പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള സൂത്രങ്ങളാൽ സ്പോക്കൺ ഇംഗ്ലീഷ് ലോകത്തിൽ തന്നെ ഇതുപോലുള്ള സൂത്രങ്ങൾ പ്രകാരം ഞങ്ങൾ മാത്രമേ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുന്നുള്ളൂ. ടു സൂത്രപ്രകാരം സ്പോക്കൺ ഇംഗ്ലീഷ്. ടു സൂത്രപ്രകാരം സ്പോക്കൺ ഇംഗ്ലീഷാ? അതെ, ടു സൂത്രപ്രകാരം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഏത് പുസ്തകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്തോ ഈ ലോകത്തിൽ ഇത്തരത്തിലുള്ള സൂത്രപ്രകാരം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായി കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇങ്ങനെ സൂത്രത്തോടെ ഒട്ടും തടസ്സമില്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഈ സ്ഥാപനം മാത്രമാണ്. ശരി, ടു സൂത്രത്തെ പറ്റി പറയാം. വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ക്രിയ തന്നെ. ക്രിയാപദം എന്നത് പ്രവൃത്തിയാണ്. മലയാളത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. ഒന്നല്ല 10 പ്രവൃത്തികൾ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യും. നാം റെഗുലറായി ഒരു പ്രോഗ്രാം തന്നെ നടത്തി വരാറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ചില വിദ്യാർത്ഥികളോട് ഏതാനും പ്രവൃത്തികൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരത് ചെയ്യും. ഭക്ഷണം കഴിക്കുന്നത്, പോകുന്നത്, നോക്കുന്നത്, പാടുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുകയും പിന്നീട് അത് സ്ലോ ആക്കി ചെയ്യുകയും ചെയ്യുന്നു. എന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അടിപൊളിയായി പറയാൻ വരൂ. ചില പ്രവർത്തികൾ ഭക്ഷണം കഴിക്കുന്നത്, പോകുന്നത്, നുള്ളുന്നത്, കടിക്കുന്നത്, എടുക്കുന്നത്, കൊടുക്കുന്നത്, പത്രം വായിക്കുന്നത്, എഴുതുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. ഇപ്രകാരം അനേകായിരം വെർബ്സ് നിഷ്പ്രയാസം പറയണമെങ്കിൽ പറയാം. തിന്നുന്നത്, പോകുന്നത്, വരുന്നത്, നുള്ളുന്നത്, കുടിക്കുന്നത്, വെട്ടുന്നത്, അടിക്കുന്നത്, വാങ്ങുന്നത്, എറിയുന്നത്, പഠിക്കുന്നത്, എഴുതുന്നത്, കരയുന്നത്, കുടിക്കുന്നത്, നടക്കുന്നത്, ചിന്തിക്കുന്നത്, പാടുന്നത്, നീന്തുന്നത്, ശകാരിക്കുന്നത്, ഇങ്ങനെ എത്രയോ പദങ്ങൾ പറയാൻ സാധിക്കും. ശരി, ഇത്ര വേഗം എങ്ങനെ പറയാൻ ഏതാനും ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ടെക്നിക്കുകൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നോക്കൂ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ ചാർട്ടിൽ ആ സൂത്രം നോക്കുക. മലയാളത്തിൽ ഏത് വാക്കുകളായാലും എടുത്തുകൊള്ളുക. ഏത് വാക്കായാലും ശരി, ആ മലയാളം വാക്കിന്റെ അവസാനം ടു എന്ന് എഴുതി നോക്കുക. അത് അർത്ഥമുള്ളതാണെങ്കിൽ ക്രിയാപദമായിരിക്കും. പോ എന്ന വാക്ക് എടുത്തു നോക്കുക. ആ വാക്കിന്റെ ടു എന്ന അക്ഷരം ചേർത്താൽ പോവതു എന്നായി തീരും. പോവത് എന്ന പദം അർത്ഥമുള്ളതാണല്ലോ. അതിനാൽ പോവത് എന്നത് ക്രിയാപദമാണ്. ഇപ്പോൾ നോക്കൂ, നമ്പർ 1 പോകുന്നത്, നമ്പർ 2 പാടുന്നത്, നമ്പർ 3 സംസാരിക്കുന്നത്, നമ്പർ 4 പാടുന്നത്, നമ്പർ 5 ഭക്ഷണം കഴിക്കുന്നത്, നമ്പർ 6 വായിക്കുന്നത്, നമ്പർ 7 കുടിക്കുന്നത്, നമ്പർ 8 ഉറങ്ങുന്നത്, നമ്പർ 9 കൊടുക്കുന്നത്, നമ്പർ 10 കാണിക്കുന്നത്. മറ്റൊരു സംഗതി ശ്രദ്ധിക്കുക, ടു എന്ന അക്ഷരം ചേർത്താൽ അർത്ഥമുള്ള പദമായിരിക്കും. അല്ലാത്ത പക്ഷം അതിന് അർത്ഥമില്ലാതായി വരുന്നു. അതിനാൽ ഇവിടെ പറഞ്ഞതെല്ലാം ക്രിയാപദങ്ങളാണ്. ഇപ്രകാരം അനേകായിരം ക്രിയാപദങ്ങൾ നമുക്ക് പറയാം. ഇവയ്ക്ക് അർത്ഥം നോക്കണം. പോ എന്നാൽ സാധാരണ നിലയിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ ഉത്സാഹമുള്ള എല്ലാവർക്കും ഗോ എന്നാണെന്ന് അറിയാൻ സാധിക്കും. പാടു എന്നാൽ സിംഗ്, സംസാരിച്ചു എന്നാൽ ടോക്ക്, വാങ്ങൂ എന്നാൽ ബൈ, ഭക്ഷണം കഴിക്കൂ എന്നാൽ ഈറ്റ്, പഠിക്കൂ എന്നാൽ ലേൺ, വായിക്കൂ എന്നാൽ റീഡ്, ഉറങ്ങൂ എന്നാൽ സ്ലീപ്പ്, എഴുതൂ എന്നാൽ റൈറ്റ്. ടു എന്ന അക്ഷരം ടെസ്റ്റിങ്ങിനായി വെച്ച അക്ഷരമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എത്ര വാക്കുകൾ ഉണ്ടാക്കിയാലും ശരി, ഇതുവരെ ഞാൻ പറഞ്ഞ പ്രകാരം ഭക്ഷണം കഴിക്കുന്നത്, പോകുന്നത്, നുള്ളുന്നത്, അടിക്കുന്നത്, ചവിട്ടുന്നത്, ചാടുന്നത്, നീന്തുന്നത്, കൊടുക്കുന്നത്, വാങ്ങുന്നത്, വിൽക്കുന്നത്, ചിരിക്കുന്നത്, കരയുന്നത്, ശകാരിക്കുന്നത്, പറയുന്നത്, പോകുന്നത്, വരുന്നത്, എറിയുന്നത്, ധ്യാനിക്കുന്നത്, നമസ്കരിക്കുന്നത്, വന്ദിക്കുന്നത്, നിന്ദിക്കുന്നത്, ഇങ്ങനെ എത്ര വേണമെങ്കിലും ക്രിയാപദങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, വെർബ്സ് തന്നെയാണ് വാക്യത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുന്നത്. വെർബ്സ് ഇവിടെയുള്ള ഓരോ വാക്കിനെയും അർത്ഥപൂർണമാക്കി തീർക്കുന്നത് ക്രിയാപദം തന്നെയാണ്. ഇത്തരത്തിൽ അനേകായിരം വാക്കുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. അവയുടെ അർത്ഥം അറിയാൻ സാധിച്ചില്ലെങ്കിൽ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നോക്കുക. ഓക്കെ, ശരി.
മറ്റൊരു സംഗതിയും കൂടി ശ്രദ്ധിക്കൂ. ടു ചേർക്കുകയാണെങ്കിൽ അർത്ഥമുള്ളതായി തീരും, എടുത്തു കളഞ്ഞാലും അർത്ഥമുള്ളതായി തീരും. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ടെലിഫോൺ എന്ന വാക്കിന് ടു എന്ന അക്ഷരം ചേർക്കുകയാണെങ്കിൽ ടെലിഫോണതു എന്ന് ആയിത്തീരും. ടെലിഫോണതു എന്ന വാക്കിന് വല്ല അർത്ഥവും ഉണ്ടോ? ഇല്ല. സോ അത് ക്രിയാനാമം അല്ല. കമ്പ്യൂട്ടറതു എന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുള്ളതായി തോന്നുന്നില്ല. അത് ക്രിയാനാമമല്ല. എന്റെ കയ്യിൽ പേനയുണ്ട്. ഇപ്പോൾ പേനാത്തു എന്ന് പറയുകയാണെന്നിരിക്കട്ടെ, അത് അർത്ഥമുള്ളതാണോ? അല്ല. സോ പേന എന്നത് ക്രിയാനാമമല്ല, അത് ക്രിയയല്ല. പെൻ എന്നത് നാമമാണ്. നാം ഇപ്പോൾ ഈ ഗ്രാമറിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ മലയാളം ഡിക്ഷണറി മറിച്ചു നോക്കുകയാണെങ്കിൽ അനേക ലക്ഷം വാക്കുകൾ ലഭിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തുകൊള്ളുക. അതിന്റെ അടുത്തതായി ടു എന്ന അക്ഷരം ആഡ് ചെയ്തുകൊള്ളുക. അർത്ഥമുള്ളതാണെങ്കിൽ അത് ക്രിയാനാമമായിരിക്കും, അർത്ഥമില്ലാത്തതാണെങ്കിൽ അത് ക്രിയാനാമം ആകുകയില്ല. മറ്റു വാക്കുകളെ പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മലയാള വാക്ക് ക്രിയാനാമമോ അല്ലയോ എന്നത് ഡിസൈഡ് ചെയ്യാൻ ടു എന്ന അക്ഷരം കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ 1000 ക്രിയാനാമം എടുത്തു കാണിക്കാമെന്നത് പറഞ്ഞുവല്ലോ. ഗോ എന്നാൽ പോ, ഇതും സെന്റൻസ് തന്നെ. പാടു എന്നാൽ സിംഗ് എന്നാണ്. അതിന്റെ അടുത്ത് എ സോങ് എന്ന് ചേർത്താൽ സിംഗ് എ സോങ് എന്നാകുന്നു. സിംഗ് എ സോങ് എന്നാൽ ഒരു പാട്ട് പാടൂ എന്ന അർത്ഥം വരുന്നു. ഇങ്ങനെ വാക്കുകൾ എങ്ങനെ അടുത്തു ചേർക്കണമെന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? റിവേഴ്സ് സൂത്രപ്രകാരം ചെറിയ ചെറിയ വാക്യങ്ങൾ നോക്കാം. റിവേഴ്സ് സൂത്രം എന്നാൽ എന്താണ്, അതുപ്രകാരം ചെറിയ ചെറിയ വാക്യങ്ങൾ എങ്ങനെ പറയാം എന്നത് വിസ്തരിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? റിവേഴ്സ് സൂത്രപ്രകാരം ചെറിയ ചെറിയ വാക്യങ്ങൾ, താഴെ കൊടുത്ത വാക്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നത് നോക്കാം. ഇതിനു മുമ്പ് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. പോ, പാടൂ, സംസാരിക്കൂ, ഭക്ഷണം കഴിക്കൂ, പഠിക്കൂ, നടക്കൂ തുടങ്ങിയവ. ഇപ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ വാക്യങ്ങൾ ആദ്യമായി മലയാളത്തിൽ എഴുതാം. താഴെ കാണുന്ന ഈ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നത് പിന്നീട് നോക്കാം. നിങ്ങളെ കഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് ഗ്രാമർ പോയിന്റുകൾ പറഞ്ഞു തരാൻ ഭാവമില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ വാക്യം നോക്കുക. നമ്പർ 1, ചെന്നൈയിലേക്ക് പോകൂ. ഈ വാക്യത്തെ ഇംപെരറ്റീവ് സെന്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇംപെരറ്റീവ് സെന്റൻസ് എന്നാൽ എന്ത്? ഇങ്ങനെ അത്തരം ഗ്രാമർ വിഭാഗത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് അറിയുന്ന വാക്യങ്ങളോടൊപ്പം ചേർത്ത് ഇംഗ്ലീഷ് പ്രയാസമില്ലാതെ പറഞ്ഞു തരാനാണ് എന്റെ ശ്രമം എന്ന് ഉറപ്പിച്ചുകൊള്ളുക. ഇപ്പോൾ ഇവിടെ 10 വാക്യങ്ങളാണുള്ളത്. നമ്പർ 1, ചെന്നൈയിലേക്ക് പോകൂ. നമ്പർ 2, ഒരു പാട്ട് പാടൂ. നമ്പർ 3, ഉറക്കെ പറയൂ. നമ്പർ 4, മാമ്പഴം കഴിക്കൂ. നമ്പർ 5, ഇംഗ്ലീഷ് നോവൽ വായിക്കൂ. നമ്പർ 6, സൂക്ഷിച്ചു നടക്കൂ. നമ്പർ 7, സാവധാനത്തിൽ കഴിക്കൂ. നമ്പർ 8, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യൂ. നമ്പർ 9, അങ്ങാടിയിൽ നിന്ന് വാങ്ങൂ. നമ്പർ 10, ഓഫീസിൽ നിന്ന് വേഗം വരൂ. ഇപ്പോൾ 10 വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മലയാളം നന്നായി അറിയാം. അതിനാൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ 100 കണക്കിന് എഴുതാൻ സാധിക്കും, പറയാൻ സാധിക്കും. ആ മലയാള വാക്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ സാധിക്കുമെന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ധൈര്യമായി, കോൺഫിഡന്റ് ആയി, ഭയപ്പെടാതെ ഈ സൂത്രപ്രകാരം മലയാളത്തിലുള്ള ചെറിയ ചെറിയ വാക്യങ്ങൾ എത്രയായാലും ശരി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. ഇത്രത്തോളം സൂത്രങ്ങൾ വേറെ എവിടെയും കാണാൻ സാധിക്കുന്നതല്ല. ശരി, നമ്പർ 1, ചെന്നൈയിലേക്ക് പോകൂ. ചെന്നൈയിലേക്ക് പോകൂ എന്ന ഈ വാക്യത്തിൽ പോകൂ എന്നതാണ് ക്രിയാനാമം. ജോലിയെ വ്യക്തമാക്കുന്ന പദത്തെ ക്രിയാനാമം എന്ന് പറയാം. നമ്പർ 2, ഒരു പാട്ട് പാടൂ. ഒരു പാട്ട് പാടൂ എന്ന ഈ വാക്യത്തിൽ പാടൂ എന്നതാണ് ക്രിയാനാമം. നമ്പർ 3, ഉറക്കെ പറയൂ. ഉറക്കെ പറയൂ എന്ന ഈ വാക്യത്തിലെ ക്രിയാനാമം പറയൂ എന്നതാണ്. നമ്പർ 4, മാമ്പഴം കഴിക്കൂ. മാമ്പഴം കഴിക്കൂ എന്ന ഈ വാക്യത്തിലെ ക്രിയാനാമം കഴിക്കൂ എന്നതാണ്. നമ്പർ 5, ഇംഗ്ലീഷ് നോവൽ വായിക്കൂ എന്നതിൽ ക്രിയാനാമം വായിക്കൂ എന്നതാണ്. നമ്പർ 6, സൂക്ഷിച്ചു നടക്കൂ. സൂക്ഷിച്ചു നടക്കൂ എന്ന വാക്യത്തിൽ
നടക്കൂ എന്നതാണ് ക്രിയാനാമം. നമ്പർ 7, സാവധാനത്തിൽ കഴിക്കൂ. സാവധാനത്തിൽ കഴിക്കൂ എന്ന വാക്യത്തിൽ കഴിക്കൂ എന്നതാണ് ക്രിയാനാമം. നമ്പർ 8, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യൂ. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യൂ എന്ന ഈ വാക്യത്തിൽ ടൈപ്പ് ചെയ്യൂ എന്നതാണ് ക്രിയാനാമം. നമ്പർ 9, അങ്ങാടിയിൽ നിന്ന് വാങ്ങൂ. അങ്ങാടിയിൽ നിന്ന് വാങ്ങൂ എന്ന വാക്യത്തിൽ വാങ്ങൂ എന്നതാണ് ക്രിയാനാമം. നമ്പർ 10, ഓഫീസിൽ നിന്ന് വേഗം വരൂ. ഓഫീസിൽ നിന്ന് വേഗം വരൂ എന്ന വാക്യത്തിൽ വരൂ എന്നതാണ് ക്രിയാനാമം. ഈ 10 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിയാനാമ വാക്യത്തിന്റെ അവസാനത്തിൽ വരുകയാണ്. പോകൂ, പാടൂ, സംസാരിക്കൂ, ഭക്ഷണം കഴിക്കൂ, പഠിക്കൂ, നടക്കൂ, ഭക്ഷണം കഴിപ്പിക്കൂ, ടൈപ്പ് ചെയ്യൂ, വരൂ തുടങ്ങിയ പദങ്ങൾ വാക്യത്തിന്റെ അവസാനത്തിലാണല്ലോ വരുന്നത്. ഓർമ്മിച്ചുകൊള്ളുക, മലയാളം വാക്യത്തിൽ ക്രിയാനാമം അവസാനത്താണ് ഉണ്ടാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാലാണ് ഇത്ര വിശദീകരിച്ച് പറയേണ്ടി വന്നത്. ഈ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് മുമ്പായി ഇപ്പോൾ ഓരോ വാക്യത്തെയും നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? റിവേഴ്സ് സൂത്രപ്രകാരം ചെറിയ ചെറിയ വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ കൂട്ടുകാർക്ക് നന്നായി യോജിക്കും. നമ്പർ 1, ചെന്നൈയിലേക്ക് പോകൂ. ചെന്നൈയിലേക്ക് പോകൂ എന്ന ഈ വാക്യത്തിൽ എത്ര പദങ്ങളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 3 പദങ്ങളാണുള്ളത്. അവ ഏതെല്ലാം? ചെന്നൈ എന്നത് ഒരു പദം, ലേക്ക് എന്നത് മറ്റൊരു പദം, പോകൂ എന്നത് മറ്റൊരു പദം. ഇവിടെ ചെന്നൈ എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യുക, ലേക്ക് എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യുക, പോകൂ എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ പദമായ പോകൂ എന്ന പദത്തിന് 1 ഇടുക, ലേക്ക് എന്ന പദത്തിന് 2 ഇടുക, ചെന്നൈ എന്ന വാക്കിന് 3 ഇടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ പോവുക എന്നാൽ ഗോ, ലേക്ക് എന്നാൽ ടു, ചെന്നൈ എന്നാൽ ചെന്നൈ. അങ്ങനെ ആകുന്ന പക്ഷം ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകൂ എന്നാൽ ഇംഗ്ലീഷിൽ ഗോ ടു ചെന്നൈ എന്ന് പറയണം. ഇവിടെ ഇപ്പോൾ ഒരു പ്രധാന കാര്യം, രണ്ടാമത്തെ വാക്ക് ലേക്ക് എന്നാൽ ടു എന്ന് പറയാം. ടൂവിന് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നു. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. എല്ലാ സംഗതികളും ഒരേ സ്ഥലത്ത് പറയുക അത്ര എളുപ്പമല്ല. എന്തെന്നാൽ നാം ഒരു 5 നിമിഷം ആരോടെങ്കിലും മലയാളത്തിൽ അതിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ടാകും. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഉണ്ടാകും. ടെൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എല്ലാം ഉണ്ടാകും. അതിനപ്പുറം സാധാരണയായി നാം 5 നിമിഷം സംസാരിക്കുമ്പോൾ തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു പ്രാവശ്യം തന്നെ പറയണമെങ്കിൽ അത് അസാധ്യം തന്നെ, തീർച്ച. ഇപ്പോൾ നിങ്ങൾ ഓർമ്മ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലേക്ക് എന്നാൽ ടു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലേക്ക് പോകൂ എന്നാൽ ഇംഗ്ലീഷിൽ ഗോ ടു ചെന്നൈ എന്ന് പറയണം. കോൺഫിഡന്റോടെ നിങ്ങൾക്കിപ്പോൾ ഈ 10 വാക്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെ എന്നത് ഞാൻ പറയാം. ആദ്യത്തെ വാക്യം നിങ്ങൾക്ക് ശരിയായി മനസ്സിലാകാവുന്ന രീതിയിലാണ് വിവരിച്ചത്. പിന്നീട് എന്തു വേണം? ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയാൻ പോകുന്നു. നോക്കുക. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 2, ഒരു പാട്ട് പാടൂ. ഒരു പാട്ട് പാടൂ. ഈ വാക്യത്തിൽ എത്ര വാക്കുകളാണുള്ളത്? ഈ വാക്കിൽ ആകെ 2 വാക്കുകളാണുള്ളത്. അവ ഏവ? ഒരു പാട്ട് എന്നത് ഒരു വാക്ക്, പാടു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഒരു പാട്ട് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, പാടു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ വാക്ക് പാടു എന്ന വാക്കിന് 1 ഇടുക, ഒരു പാട്ട് എന്നതിന് 2 ഇടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ പാടു എന്നാൽ സിംഗ്, ഒരു പാട്ട് എന്നാൽ എ സോങ്. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഒരു പാട്ട് പാടൂ എന്നാൽ ഇംഗ്ലീഷിൽ സിംഗ് എ സോങ് എന്ന് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്ക് നോക്കുക. നമ്പർ 3, കിരണിനോട് സംസാരിക്കൂ. കിരണിനോട് സംസാരിക്കൂ എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളുണ്ട്. അവ ഏവ? കിരൺ എന്നത് ഒരു വാക്ക്, ഓട് എന്നത് മറ്റൊരു വാക്ക്, സംസാരിക്കൂ എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ കിരൺ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, സംസാരിക്കൂ എന്നത് മറ്റൊരു വാക്കായും ഡിവൈഡ് ചെയ്യുക. അവസാനത്തുള്ള സംസാരിക്കൂ എന്ന വാക്കിന്
1 ഇടുക. ഓട് എന്ന വാക്കിന് 2 ഇടുക. കിരൺ എന്ന വാക്കിന് 3 ഇടുക. ഇപ്പോൾ നമ്മൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ സംസാരിക്കൂ എന്നാൽ ടോക്ക്, ഓട് എന്നത് 2, കിരൺ എന്നാൽ കിരൺ. അതായത് കിരണിനോട് സംസാരിക്കൂ എന്നാൽ ടോക്ക് ടു കിരൺ എന്ന് പറയണം. സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം വരും. നിങ്ങളിൽ അനേകം വ്യക്തികൾക്ക് കൂടെ എന്നാൽ വിത്ത് എന്നാണല്ലോ അറിയുക. വിത്ത് ചേർത്താൽ നന്നായിരിക്കും സാർ എന്ന് ചോദിക്കാം. നിങ്ങൾ ചോദിച്ചത് കറക്റ്റ് തന്നെ, എങ്കിലും ഈ വാക്യത്തിൽ വിത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തതുപോലെ ആയിത്തീരും. അല്ലാത്ത പക്ഷം ബിഗിനിങ്ങിൽ നിങ്ങൾ വിത്ത് ചേർക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം മനസ്സിലാകും. ബിഗിനിങ്ങിൽ നാം എതിരാളികളോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. പുതിയതായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എതിരാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി സാർ. ആ വാക്യത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും സാരമില്ല. സംസാരിച്ച് ഗ്രാജുവലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തെറ്റുകൾ നിങ്ങൾ തന്നെ ശരിയാക്കിക്കൊണ്ട് ഓട്ടോമാറ്റിക്കായി കറക്റ്റായി സംസാരിക്കും. തെറ്റുകളോട് സംസാരിക്കാതിരുന്നാൽ ഇംഗ്ലീഷിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധ്യമല്ല. ഇത് നിശ്ചയമാണ്. ഇപ്പോൾ അവിടെ വിത്ത് ഉപയോഗിക്കരുത് സാർ, ടു ഉപയോഗിക്കാം. തെറ്റില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ടോക്ക് ടു കിരൺ എന്നു തന്നെ പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 4, മാമ്പഴം കഴിക്കൂ. മാമ്പഴം കഴിക്കൂ എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ 2 വാക്കുകളുണ്ട് സർ. അവ ഏവ? മാമ്പഴം എന്നത് ഒരു വാക്ക്, കഴിക്കൂ എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ മാമ്പഴം എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, കഴിക്കൂ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ വാക്കായ കഴിക്കൂ എന്നതിന് 1 എന്ന് എഴുതുക, മാമ്പഴം എന്ന വാക്കിന് 2 എന്നും എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ കഴിക്കൂ എന്നാൽ ഈറ്റ്, മാമ്പഴം എന്നാൽ മാംഗോ. അതായത് ഇപ്പോൾ മാമ്പഴം കഴിക്കൂ എന്നാൽ ഇംഗ്ലീഷിൽ ഈറ്റ് ദി മാംഗോ എന്ന് പറയണം. നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള സംശയം, മാംഗോ എന്നാൽ മാമ്പഴം എന്നല്ലേ? ദി മാംഗോ മാമ്പഴം തന്നെ. എന്നാൽ മലയാളത്തിൽ മാമ്പഴത്തെ കഴിക്കൂ എന്നാണ് പറയുക. മലയാളത്തിൽ മാമ്പഴം കഴിക്കൂ എന്നാൽ ഈറ്റ് ദി മാംഗോ എന്ന് ഇംഗ്ലീഷിൽ പറയും. പുസ്തകത്തെ വായിച്ചു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പുസ്തകം വായിച്ചു എന്നേ മലയാളത്തിൽ പറയാറുള്ളൂ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 5, ഇംഗ്ലീഷ് നോവലുകൾ വായിക്കൂ. ഇംഗ്ലീഷ് നോവലുകൾ വായിക്കൂ എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട് സർ? അവ ഏവ? ഇംഗ്ലീഷ് നോവലുകൾ എന്നത് ഒരു വാക്ക്, വായിക്കൂ എന്നത് മറ്റൊരു വാക്യം. ഇംഗ്ലീഷ് നോവൽ എന്നത് വാക്യമായി ഡിവൈഡ് ചെയ്യുക, വായിക്കൂ എന്ന വാക്കും ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ വാക്ക് പ്രകാരം വായിക്കൂ എന്ന വാക്കിന് 1 എന്ന് എഴുതുക, ഇംഗ്ലീഷ് നോവലുകൾ എന്ന വാക്കിന് 2 എന്നും എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ വായിക്കൂ എന്നാൽ റീഡ്, ഇംഗ്ലീഷ് നോവൽ എന്നാൽ ഇംഗ്ലീഷ് നോവൽസ്. ഇപ്പോൾ ഇംഗ്ലീഷ് നോവലുകൾ വായിക്കൂ എന്നാൽ ഇംഗ്ലീഷിൽ റീഡ് ഇംഗ്ലീഷ് നോവൽസ് എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 6, ശ്രദ്ധയോടെ നടക്കൂ. ശ്രദ്ധയോടെ നടക്കൂ എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളാണ് ഉള്ളത്? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകൾ മാത്രമാണുള്ളത്. അവ ഏതാണ്? ശ്രദ്ധയോടെ എന്നത് ഒരു വാക്ക്, നടക്കൂ എന്നത് മറ്റൊരു വാക്ക്. ശ്രദ്ധയോടെ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, നടക്കൂ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ വാക്കായ നടക്കൂ എന്ന വാക്കിന് 1 എന്ന് എഴുതുക, ശ്രദ്ധയോടെ എന്ന വാക്കിന് 2 എന്നും എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ വാക്ക് എന്നാൽ നടക്കൂ, ശ്രദ്ധയോടെ എന്നാൽ കെയർഫുള്ളി എന്നും. ഇപ്പോൾ ശ്രദ്ധയോടെ നടക്കൂ എന്നത് ഇംഗ്ലീഷിൽ വാക്ക് കെയർഫുള്ളി എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 7, സാവധാനത്തിൽ കഴിക്കൂ. സാവധാനത്തിൽ കഴിക്കൂ എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട് സാർ? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകളാണുള്ളത് സാർ. അവ ഏതെല്ലാം? സാവധാനത്തിൽ എന്നത് ഒരു വാക്ക്, കഴിക്കൂ എന്നത് മറ്റൊരു വാക്ക്. സാവധാനത്തിൽ എന്ന ഒരു വാക്ക് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, കഴിക്കൂ എന്ന വാക്കും ഒരു വാക്കായി ഡിവൈഡ് ചെയ്യൂ. അവസാനത്തെ പദത്തിന് 1 എന്ന് സൂചിപ്പിക്കുക.
സാവധാനത്തിൽ എന്ന പദത്തിന് 2 എന്നും സൂചിപ്പിക്കുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ കഴിക്കൂ എന്നാൽ ഈറ്റ്, സാവധാനത്തിൽ എന്നാൽ സ്ലോലി. ഇപ്പോൾ സാവധാനത്തിൽ കഴിക്കൂ എന്നത് ഇംഗ്ലീഷിൽ ഈറ്റ് സ്ലോലി എന്ന് പറയണം. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒരു കാര്യം ഓർമ്മിക്കണം, ഇങ്ങനെ നമ്പറിംഗ് മൂലം എത്രത്തോളം ഈസിയായി എവിടെയും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കാണാൻ നിങ്ങൾക്ക് അവസരം ഇല്ല സാർ. അനായാസം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ മനസ്സിലാക്കി തരുന്നില്ല സാർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളോടൊപ്പം നിങ്ങൾ ദിനംപ്രതി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വരും. സ്ലോലി എന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും റോഡ് മാർഗം പോകുമ്പോൾ കണ്ടിരിക്കും. വാക്ക് സ്ലോലി, ഗോ സ്ലോലി എന്നിങ്ങനെ കാണാറുണ്ടല്ലോ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 8, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യൂ. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യൂ എന്ന വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ 3 വാക്കുകളുണ്ട് സാർ. അവ ഏവ? കമ്പ്യൂട്ടർ എന്നത് ഒരു വാക്ക്, ഇൽ എന്നത് മറ്റൊരു വാക്ക്, ടൈപ്പ് ചെയ്യൂ എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ കമ്പ്യൂട്ടറിൽ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ വാക്കായ ടൈപ്പ് ചെയ്യൂ എന്നതിന് 1 എന്ന് എഴുതുക. ഇൽ എന്ന വാക്കിന് 2 എന്ന് എഴുതുക. കമ്പ്യൂട്ടർ എന്ന വാക്കിന് 3 എന്ന് എഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ടൈപ്പ് എന്നാൽ ടൈപ്പ്, ഇൽ എന്നാൽ ഇൻ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യൂ എന്നത് ഇംഗ്ലീഷിൽ ടൈപ്പ് ഇൻ ദി കമ്പ്യൂട്ടർ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 9, മാർക്കറ്റിൽ വാങ്ങൂ. മാർക്കറ്റിൽ വാങ്ങൂ എന്ന ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട് സാർ? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളുണ്ട്. അവ ഏവ? മാർക്കറ്റ് എന്നത് ഒരു വാക്ക്, ഇൽ എന്നത് മറ്റൊരു വാക്ക്, വാങ്ങൂ എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ മാർക്കറ്റ് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യൂ. ഇൽ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. അവസാനത്തെ വാക്കായ വാങ്ങൂ എന്ന വാക്കിന് 1 എന്നിടുക. ഇൽ എന്ന വാക്കിന് 2 എന്നിടുക. മാർക്കറ്റ് എന്ന വാക്കിന് 3 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ വാങ്ങൂ എന്നാൽ ബൈ, ഇൽ എന്നാൽ ഇൻ, മാർക്കറ്റ് എന്നാൽ മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങൂ എന്നാൽ ബൈ ഇൻ ദി മാർക്കറ്റ് എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യം നോക്കുക. നമ്പർ 10, ഓഫീസിൽ നിന്ന് വേഗം വരൂ. ഓഫീസിൽ നിന്ന് വേഗം വരൂ എന്ന ഈ വാക്യത്തിൽ എത്ര പദങ്ങളുണ്ട്? ഈ വാക്യത്തിൽ 4 പദങ്ങളാണ് ആകെ ഉള്ളത്. അവ ഏവ? ഓഫീസ് എന്നത് ഒരു വാക്ക്, വേഗം എന്നത് മറ്റൊരു വാക്ക്, ഇൽ നിന്ന് എന്നത് മറ്റൊരു വാക്ക്, വരൂ എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഓഫീസ് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യൂ, വേഗം എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യൂ, വരൂ എന്നതും ഒരു വാക്കായി ഡിവൈഡ് ചെയ്യൂ, ഇൽ എന്നതും ഒരു വാക്കായി ഡിവൈഡ് ചെയ്യൂ. അവസാനത്തെ വാക്കായ വരൂ എന്നതിന് 1 എന്ന് സൂചിപ്പിക്കുക, വേഗം എന്ന വാക്കിന് 2 എന്ന് സൂചിപ്പിക്കുക, ഇൽ നിന്ന് എന്ന വാക്കിന് 3 എന്ന് സൂചിപ്പിക്കുക, ഓഫീസ് എന്ന വാക്കിന് 4 എന്നും സൂചിപ്പിക്കുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ വരൂ എന്നാൽ കം, വേഗം എന്നാൽ ഏർലി, ഇൽ നിന്ന് എന്നാൽ ഫ്ര, ഓഫീസിൽ എന്നാൽ ഓഫീസ്. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വേഗം വരൂ എന്നത് ഇംഗ്ലീഷിൽ കം ഏർലി ഫ്രം ദി ഓഫീസ് എന്ന് പറയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടു സൂത്രം വഴിയായി കഴിക്കുന്നത്, പോവുന്നത്, പറയുന്നത്, പഠിക്കുന്നത്, വായിക്കുന്നത്, എഴുതുന്നത്, ആലോചിക്കുന്നത്, പറയുന്നത്, ഇതുപോലുള്ള ചെറിയ ചെറിയ വാക്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഈ വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ വാക്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ സാധിക്കും. ഇത്തരം 100 വാക്യങ്ങളോളം നിങ്ങൾക്ക് പുസ്തകത്തിൽ നിഷ്പ്രയാസം എഴുതാം. അതിനെപ്പറ്റി യാതൊന്നും വിഷമിക്കേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ കഴിക്കൂ, വാങ്ങൂ, പോകൂ, പറയൂ തുടങ്ങിയ ക്രിയാനാമങ്ങൾ വാക്യത്തിൽ ഉപയോഗിച്ച് ചെറിയ ചെറിയ വാക്യങ്ങൾ നിങ്ങൾ പറയാൻ ശീലിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ താഴെ കൊടുത്ത വാക്കുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നത് തുടർന്നു വരുന്ന പാഠങ്ങളിൽ കാണാവുന്നതാണ്. അവയിലേക്ക് ശ്രദ്ധ പോകുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യം നോക്കൂ. പാടൂ എന്നത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ പാടൂ, പാടാം, പാടാൻ വിടൂ, പാടിക്കൂ, ദയവ് ചെയ്ത് പാടൂ, പാടേണ്ട, പാടാതിരിക്കാം, പാടാൻ വിടാതെ, പാടിക്കരുതേ. കണ്ടില്ലേ? അതായത് അവിടെ പാടൂ എന്ന പദം മാറ്റി ഭക്ഷണം കഴിക്കൂ, കഴിക്കണ്ട, കഴിക്കാൻ വിടൂ, കഴിപ്പിക്കൂ, ദയവ് ചെയ്ത് കഴിക്കൂ, കഴിക്കാതിരിക്കാം, കഴിക്കാൻ വിടാതെ, കഴിപ്പിക്കരുതേ. അങ്ങനെയാവുന്ന പക്ഷം ഒരേ ഒരു ക്രിയാനാമം
അവിടെ നാം മാറ്റിയാൽ അത് മാറിക്കൊണ്ടേയിരിക്കും സാർ. ഇതുവരെ ക്രിയാനാമത്തെ പറ്റിയാണ് പറഞ്ഞത്. ക്രിയ എന്നാൽ വെർബാണ്. ഈ വെർബിനോടൊപ്പം മറ്റ് പദങ്ങൾ ഉപയോഗിക്കാം. ഇതുവരെ ഇവയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഇവയെല്ലാം മറ്റു പാഠങ്ങളിൽ നമുക്ക് കാണാം. അവ മനസ്സിലാകുന്നതിന് മുമ്പായി ഇപ്പോൾ പറഞ്ഞതെല്ലാം ഓർമ്മിക്കണം. ഇവയെല്ലാം വാക്യങ്ങളിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും നോക്കൂ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? താഴെ കാണുന്ന വാക്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നത് പിന്നീട് വരുന്ന സൂത്രങ്ങൾ വഴി നോക്കാം. അതിനു മുമ്പ് ഇതുവരെ പറഞ്ഞതിലേക്ക് ഒന്ന് എത്തി നോക്കൂ. ഇവിടെ ഇപ്പോൾ സെന്റൻസ് രൂപത്തിൽ നീ പാടൂ, ഞങ്ങൾ പാടും, നീ ദയവ് ചെയ്ത് പാടൂ, നീ പാടേണ്ട, അവളെ പാടാൻ വിടരുത്, അവനെയും പാടാൻ വിടരുത്, നിങ്ങളും ദയവ് ചെയ്ത് പാടരുത്, നമ്മൾ പാടാതിരിക്കും. ഇത്തരം വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിച്ചാൽ അനേകായിരം വാക്യങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്നത് പറഞ്ഞില്ലേ? നീ പാടൂ എന്ന പ്ലേസിൽ പറയൂ. അതായത് ഇപ്പോൾ ഇവയിൽ ഈ ചാർട്ടിൽ നീ പാടൂ എന്ന വാക്യമുണ്ടല്ലോ, ആ പാടൂ എന്ന പ്ലേസിൽ നീ പാടൂ, നീ നോക്കൂ, നീ പോകൂ, നീ ആഹാരം കഴിക്കൂ എന്നിങ്ങനെ പലതരം വാക്കുകളിൽ വെർബ് ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും വാക്കുകൾ നിങ്ങൾക്കുണ്ടാക്കാം. ഉപയോഗത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ആ സൂത്രം അറിയണം. ആ സൂത്രം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നോക്കൂ, ഈ വാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്യം പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നത് നോക്കാം. ഓക്കെ. നമ്പർ 2, നമ്മൾ പാടും. നമ്മൾ പാടും എന്ന ഈ വാക്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിച്ചാൽ ഞങ്ങൾ ആഹാരം കഴിക്കും, ഞങ്ങൾ പറയും, ഞങ്ങൾ വായിക്കും, ഞങ്ങൾ എഴുതും, ഇങ്ങനെ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 3, എന്നെ പാടാൻ വിടൂ. എന്നെ പാടാൻ വിടൂ എന്ന ഈ വാക്യത്തെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിച്ചാൽ എന്നെ ഭക്ഷണം കഴിക്കാൻ വിടൂ, എന്നെ പറയാൻ വിടൂ, എന്നെ കാണാൻ വിടൂ, എന്നെ വായിക്കാൻ വിടൂ, എന്നെ എഴുതാൻ വിടൂ തുടങ്ങിയ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 4, എന്നെ പാടിക്കൂ. എന്നെ പാടിക്കൂ എന്ന ഈ വാക്യം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ എന്നെ പറയിക്കൂ, എഴുതിക്കൂ, ഓടിക്കൂ, എന്നെ കരയിക്കൂ, എന്നെ ചിരിപ്പിക്കൂ, എന്നെ വായിപ്പിക്കൂ, എന്നെ ഭക്ഷണം കഴിപ്പിക്കൂ തുടങ്ങിയ അനേകം വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 5, നിങ്ങൾ ദയവായി പാടൂ എന്ന ഈ വാക്യം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ പറയുന്ന സൂത്രം അനുസരിച്ച് നിങ്ങൾ ദയവായി ആഹാരം കഴിക്കാൻ വരൂ, ദയവായി നിങ്ങൾ നോക്കൂ, ദയവായി നിങ്ങൾ പോകൂ, ദയവായി നിങ്ങൾ പറയൂ തുടങ്ങിയ എത്ര വാക്യങ്ങളും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ നോക്കൂ, ഈ വാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് പറയുമ്പോൾ സാധിക്കുമോ എന്ന് നോക്കാം. നമ്പർ 1, നീ പാടൂ എന്നാൽ യു സിംഗ് എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. നമ്പർ 2, നമ്മൾ പാടും. നമ്മൾ പാടും എന്ന ഇംഗ്ലീഷിൽ പറയുവാൻ സാധിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ എഴുതും, നമ്മൾ ഓടും, നമ്മൾ പഠിക്കും, നമ്മൾ വായിക്കും തുടങ്ങിയ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 3, എന്നെ പാടാൻ വിടൂ. എന്നെ പാടാൻ വിടൂ എന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിച്ചാൽ എന്നെ ഓടാൻ വിടൂ, എന്നെ ഭക്ഷണം കഴിക്കുവാൻ വിടൂ, എന്നെ എഴുതുവാൻ വിടൂ, എന്നെ വായിക്കുവാൻ വിടൂ തുടങ്ങിയ എത്രയോ വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 4, എന്നെ പാടിക്കൂ. എന്നെ പാടിക്കൂ എന്ന ഈ വാക്യം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ എന്നെ പറയിക്കൂ, എന്നെ എഴുതിക്കൂ, എന്നെ ചിരിപ്പിക്കൂ തുടങ്ങിയ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 5, നിങ്ങൾ ദയവായി പാടൂ. ദയവായി പാടൂ എന്ന വാക്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ദയവായി ഭക്ഷണം കഴിക്കൂ, നിങ്ങൾ ദയവായി എഴുതൂ, നിങ്ങൾ ദയവായി പോകൂ, നിങ്ങൾ ദയവായി നോക്കൂ, നിങ്ങൾ ദയവായി വായിക്കൂ തുടങ്ങിയ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 6, നീ ദയവ് ചെയ്ത് പാടൂ. നീ ദയവ് ചെയ്ത് പഠിക്കൂ, നീ ദയവ് ചെയ്ത് വരൂ, നീ ദയവ് ചെയ്ത് പറയൂ, നീ ദയവ് ചെയ്ത് എഴുതൂ, നീ ദയവ് ചെയ്ത് നോക്കൂ തുടങ്ങിയ എത്രയോ പദങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. ഈ പാഠങ്ങൾ എത്രത്തോളം ആശ്ചര്യകരമാണെന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. ഇവ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രമാത്രം ഈസിയായി ഏതെങ്കിലും പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത്ര അനായാസമായി ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് സാധിക്കും എന്ന വിശ്വാസമുണ്ടായാൽ ഈ കോഴ്സ് മൂലം തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടാൻ സാധിക്കും.
ഈ കോഴ്സ് മൂലം 100% ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു. മലയാളം മൂലം മാത്രമല്ലാതെ തെലുങ്ക്, കന്നഡം, തമിഴ്, ഹിന്ദി, ഗുജറാത്തി, ബംഗാളി, ഒറിയ, മറാഠി തുടങ്ങിയ ഭാഷകൾ മൂലവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിലാകമാനം തന്നെ ഞങ്ങൾ ഈ കോഴ്സ് സൂത്രങ്ങൾ മൂലം എല്ലാ ഭാഷക്കാർക്കും അതാത് ഭാഷ വഴി ഇംഗ്ലീഷ് പഠിപ്പിച്ചു വരുന്നു. തമിഴ് അറിയുന്നവർക്ക് തമിഴ് വഴിയായി, തെലുങ്ക് അറിയുന്നവർക്ക് തെലുങ്ക് വഴിയായി, കന്നഡം അറിയുന്നവർക്ക് കന്നഡം വഴിയായി, മലയാളം അറിയുന്നവർക്ക് മലയാളം വഴിയായി, ഇങ്ങനെ എല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു വരുന്നു. ഞങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽ കണ്ട് മനസ്സിലാക്കി 4 പേരെ ചേർത്ത് എത്ര അത്ഭുതകരമാണ് എന്ന് പറഞ്ഞ് അവരിൽ നിന്നും ഞങ്ങൾക്ക് കത്തുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം അളവറ്റതാണ്. നമ്പർ 7, നീ പാടേണ്ട. നീ പാടേണ്ട എന്ന ഈ വാക്യത്തെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയുവാൻ സാധിച്ചാൽ, നീ വരേണ്ട, നീ പോകേണ്ട, നീ ആഹാരം കഴിക്കേണ്ട, നീ പറയേണ്ട, നീ എഴുതേണ്ട, നീ നോക്കേണ്ട തുടങ്ങിയ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. നമ്പർ 8, അവനെ പാടാൻ വിടരുത്. അവനെ പാടാൻ വിടരുത് എന്ന ഈ വാക്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിച്ചാൽ, അവനെ ആഹാരം കഴിക്കാൻ വിടരുത്, അവനെ പഠിക്കാൻ വിടരുത്, അവനെ മിണ്ടാൻ വിടരുത്, അവനെ ഉറങ്ങാൻ വിടരുത്, അവനെ ചിരിക്കാൻ വിടരുത്, അവനെ നോക്കുവാൻ വിടരുത് തുടങ്ങിയ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുവാൻ സാധിക്കും. നമ്പർ 9, അവനെ പാടുവാൻ സമ്മതിക്കേണ്ട. അവനെ പാടുവാൻ സമ്മതിക്കേണ്ട എന്ന വാക്യം ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കുകയാണെങ്കിൽ, അവനെ പോകാൻ സമ്മതിക്കേണ്ട, അവനെ ഉണ്ണാൻ സമ്മതിക്കേണ്ട, അവനെ ഉറങ്ങാൻ സമ്മതിക്കേണ്ട, അവനെ നടക്കാൻ സമ്മതിക്കേണ്ട, അവനെ നീന്താൻ സമ്മതിക്കേണ്ട, അവനെ പറയാൻ സമ്മതിക്കേണ്ട തുടങ്ങിയ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുവാൻ സാധിക്കും. നമ്പർ 10, നിങ്ങൾ ദയവ് ചെയ്ത് പാടേണ്ട. നിങ്ങൾ ദയവ് ചെയ്ത് പാടേണ്ട എന്ന ഈ വാക്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിച്ചാൽ, ദയവായി നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ദയവ് ചെയ്ത് പോകരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ഉറങ്ങരുത് തുടങ്ങിയ പല വാക്യങ്ങളും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. നമ്പർ 11, ഞങ്ങൾ പാടാതിരിക്കും. ഞങ്ങൾ പാടാതിരിക്കും എന്ന ഈ വാക്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിച്ചാൽ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കും, ഞങ്ങൾ വരാതിരിക്കും, ഞങ്ങൾ ഉറങ്ങാതിരിക്കും, ഞങ്ങൾ പറയാതിരിക്കും, ഞങ്ങൾ വായിക്കാതിരിക്കും, ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുവാൻ സാധിക്കും. ആദ്യം തന്നെ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നീട് വാക്യം എത്ര നീളമുള്ളതായാലും പറയാവുന്നതാണ്. നിങ്ങൾ വായിക്കുക, പിന്നീട് എല്ലാം ശരിയാകും. ഈ വാക്യത്തോട് മറ്റു ചില പദങ്ങൾ ചേർക്കുമ്പോൾ ഏതെല്ലാം വിധത്തിൽ പറയാൻ സാധിക്കും എന്നത് നോക്കുക. നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കുകയാ, നിങ്ങൾ എൻ്റെ മുമ്പിൽ വായിക്കുക, നിങ്ങൾ അവിടെ പഠിക്കുക, നിങ്ങൾ കോളേജിൽ പഠിക്കുക, നിങ്ങൾ വീട്ടിൽ പഠിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള വാക്യങ്ങൾ എത്ര വേണമെങ്കിലും പറയാം. അനേകായിരം വാക്യങ്ങൾ പുസ്തകങ്ങളിൽ ഉണ്ടായാൽ ആ പുസ്തകങ്ങളിലായാലും ഗ്രാമർ പുസ്തകങ്ങളിലായാലും എല്ലാം പഠിച്ച് അവയെല്ലാം ബൈഹാർട്ട് ചെയ്ത് ഓർമ്മ വെച്ച് സംസാരിക്കുക എന്നത് നമുക്ക് അസാധ്യമാണ്. മേൽ കൊടുത്ത വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിച്ചാൽ അത്തരം അനേകം വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. ഓക്കെ.